വ്യക്തികളുമില്ല ഡ്രൈവിംഗ് സ്കൂളുകാരെ മറ്റ് ഏജന്റ് ഇതിലുണ്ട്. ഒരു ഏജന്റായിട്ട് അഡ്വൈസിന് തല്ലുണ്ടാക്കി എല്ല് കണ്ടിച്ച ഒരു FIR അതിലുണ്ട്. ഇത്തരത്തിലുള്ള ഉള്ള നടപടിയാണ് PV ബിജു നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ ഈ PV ബിജുവിനെ ഏത് കാലത്തും കൂട്ടു നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വേറെ ഒരെണ്ണം ഇതിൽ വെച്ചിട്ടുണ്ട്. ഒരു കഴിഞ്ഞ ദിവസം KSRTC സ്റ്റാൻഡിന്റെ മുന്നിൽ ഒരു KLT 8222 ഒരു ബസ് തടഞ്ഞിട്ട് അതിന് പെർമിറ്റ് ഇല്ല എന്ന് ആരോപണം ഉന്നയിച്ച് ആ വണ്ടിയിൽ CF ക്യാൻസൽ ചെയ്ത് 20 ദിവസം ആ വണ്ടി ഓടിയില്ല. നമ്മളത് സംബന്ധിച്ച് മാർച്ച് മാസം ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. അതിൽ വെച്ചിട്ടുണ്ട്. ഈ പരാതി അന്വേഷിക്കുന്നതിന് തൃശ്ശൂർ RTOയോട് 15 ദിവസം റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ 2 മാസം കഴിഞ്ഞിട്ട് ഇപ്പോഴും റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ PV ബിജുവിനെ മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥര് സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ ഈ പോലീസിനെ വരെ തടയുന്ന ഒരു വിഷയം ഉണ്ടായിരിക്കുന്നത്. ഇത് 10-15 കൊല്ലം ഈ ബിജു ഇവിടെ തൃശ്ശൂരും വടക്കാഞ്ചേരിയും ഗുരുവായൂരും ഇരുന്നിട്ട് ഒരു പത്രപ്രവർത്തകൻ അതിലുണ്ടത് ഒരു പത്രപ്രവർത്തകനെ ഭീഷണിപ്പെടുത്തി അദ്ദേഹം ഒരു മോശമായി പെരുമാറിയതിന് ഈ PV ബിജുവിനെ നടപടി എടുക്കാൻ പറഞ്ഞിട്ട് അതിൽ ജോയിന്റ് RTO കൊടുത്ത റിപ്പോർട്ടയിലുണ്ട്. അപ്പൊ PV ബിജു ഇന്നും നിലയിലും അല്ല, വളരെ വർഷങ്ങളായി ഈ PV ബിജു ഇത്തരത്തിൽ നടപടി എടുത്തിരിക്കുകയാണ്. ഇപ്പൊ ഇദ്ദേഹത്തെ സർവീസിന് സസ്പെൻഡ് ചെയ്യണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് സംഘടന ഈ FIR ഇട്ട് പിറ്റേ ദിവസം 8-ാം തീയതി നമ്മൾ കാടിക്കലായിട്ട് നിവേദനം കൊടുത്തു, FIR അടക്കം. പക്ഷേ ഈ മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥര് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യരുത് എന്ന് പറഞ്ഞ് വലിയ സമ്മർദ്ദം ട്രാൻസ്പോർട്ട് കമ്മീഷണർ എടുത്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വരെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഈ PV ബിജുവിനെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയുന്നത് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നില്ല എന്നതാണ്. അപ്പൊ ഇതൊക്കെ ഒരു തെറ്റായ സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിന് നൽകുന്നത്. ഒരു പോലീസ് വാഹനത്തെ രാത്രി തടഞ്ഞു നിർത്തി ജാമ്യമില്ലാ വകുപ്പ് വെച്ച് കേസ് എടുത്തിട്ട് ആ ഉദ്യോഗസ്ഥനെ പിറ്റേ ദിവസം തന്നെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഈ ഉണ്ടായ അതിന്റെ പിറ്റേ ദിവസം ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യും. എന്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നില്ല? ഇതാണ് മോട്ടോർ വാഹന വകുപ്പിൽ വളരെ വർഷങ്ങളായി നടന്നു വരുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് പോലീസും അല്ല എല്ലാവരുടെ അടുത്തും ആവശ്യമില്ലാണ്ട് മേക്കട്ട് കയറുന്ന ഒരു പ്രവണതന് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ഒരു നല്ല ഓഫീസറും അല്ല. ഇദ്ദേഹം വാളയാർ ചെക്ക് പോസ്റ്റിൽ ഇരിക്കുമ്പോ അനധികൃതമായി വാങ്ങിയൊരു വസ്തുവിന്റെ രേഖയിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങള് അത് നോക്കിയാൽ കാണാൻ പറ്റും. ഈ പരാതിയുടെ ബാക്കില് കണ്ട 1 ഏക്കർ 10 സെന്റ് സ്ഥലം അല്ലെ. ഇത് മാത്രം അന്ന് സർക്കാരിന് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാണ്ട് സർക്കാരിന്റെ അനുമതി ഇല്ലാതെ വാങ്ങിയിട്ടുള്ള ഈ സ്ഥലമാണിത്. ഇത് കണ്ടില്ലേ? ഞങ്ങളാ ഒരു പരാതി ഉണ്ടല്ലോ, പരാതിയുടെ കൊടുത്തതിന്റെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. 5-3 കൊടുത്ത പരാതിയുടെ ബാക്കിൽ ഒരു ബസ് ഉടമയെ 20 ദിവസം ആ ബസിന്റെ CF ക്യാൻസൽ ചെയ്ത് തടഞ്ഞിട്ട സംബന്ധിച്ച് ആ പരാതിയും ഒരു നടപടി എടുത്തിട്ടില്ല. നിരവധി പരാതികൾ. ഒരു സ്ത്രീയെ നിങ്ങൾ നോക്ക്, 80 വയസ്സായ ഒരു സ്ത്രീയെയും അതിന്റെ മകളെയും 4 വയസ്സുള്ള കുട്ടിയെയും, അതിലോ ജഡ്ജ്മെന്റ് ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, കുട്ടിയെയും നടു റോട്ടിൽ തടഞ്ഞു നിർത്തി 2 മണിക്കൂർ വെയിലത്ത് നിർത്തി പീഡിപ്പിച്ചത് സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ ഇദ്ദേഹത്തെ സ്ഥലം മാറ്റം ഗുരുവായൂരിന്ന് മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റം നടത്തിയിട്ടുണ്ട്. ഇത് നിരവധി പരാതികളുണ്ട്. പക്ഷെ മോട്ടോർ വാഹന വകുപ്പ് ഈ ഉദ്യോഗസ്ഥനെ സ്ഥിരം സംരക്ഷിക്കാൻ ഉത്തമ ഉദാഹരണം ഇപ്പൊ കാണുന്നത്. ഈ ഉദ്യോഗസ്ഥൻ ഇത്ര ഗുരുതരമായ കുറ്റം ചെയ്തിട്ട് ഈ ഉദ്യോഗസ്ഥനെ ഈ നിമിഷം പോലും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നില്ല എന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ്. ഇപ്പൊ എൻഫോഴ്സ്മെന്റ് RTO തൃശ്ശൂര്
അത് വടക്കാഞ്ചേരി ഓരോ സൈഡിലേക്ക് അവർ ഇടാറുണ്ട്. പക്ഷെ ഇപ്പോ എൻഫോഴ്സ്മെന്റ് ആർട്ടിഒ സിന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഒ ആണ്. പക്ഷെ അവരെല്ലാം ആർട്ടിഒ ബിജു ആണ് ആർട്ടിഒ. കാരണം ഒരു ഉദ്യോഗസ്ഥൻ ആർട്ടിഒ നിയന്ത്രിക്കേണ്ട ആളെ നിയന്ത്രിക്കുന്നില്ല. ഇവന്റെ തൊന്നിഷ്ടപ്പാണ് ചെയ്യണത്. നിങ്ങൾക്കറിയാം, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഒരു പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത്. ഓരോ ഫോട്ടോകളും. ഇദ്ദേഹം മണ്ണുത്തി സ്വദേശിയാണ്. അതെ, അദ്ദേഹത്തിന്റെ പോസ്റ്റ് കാണുമ്പോൾ അദ്ദേഹം BJP-യുടെ ഇതാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ പോസ്റ്റ് ചെയ്താണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ കാണുന്നതൊക്കെ. ഇതിന്റെ ഒറിജിനൽ ഫോട്ടോകളാണ്. ഇതാണ് ബിജു പണ്ടാരപ്പറമ്പിൽ. ഇതാ ഇത് ഏറ്റവും വലിയ മോട്ടോർ വാഹന വകുപ്പിൽ ഒരു പോലീസിനെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് നടപടി ഉണ്ടാവും. മോട്ടോർ വാഹന വകുപ്പിൽ ലക്ഷങ്ങളല്ലേ പിരിക്കുന്നത്. പിന്നെ ആ നടപടി എടുക്കുവാരെ പേരില് സാധാ ഉദ്യോഗസ്ഥനാണ്. പക്ഷെ എന്ത് പരാതി കൊടുത്ത് സംശയിക്കില്ലല്ലോ. കൂട്ടു നിൽക്കുന്നത് ആർട്ടി ഉദ്യോഗസ്ഥന്മാരായിരിക്കാം. കമ്മീഷൻ ടോട്ടലും ഇതിലുണ്ടാവും. ഇത്രയും വലിയൊരു പരാതി വരെ കൊടുത്ത് ഇന്നിപ്പോ ഇപ്പൊ നിങ്ങൾക്കറിയാം, ഒരു മാഷ് തന്നെ ഒരു പോസ്റ്റ് ചെയ്തു തുടങ്ങിയ ഒരു പോലീസുകാരൻ, ഒരു KSRTC-കാരൻ പോസ്റ്റ് ചെയ്തുകൊണ്ട് സസ്പെൻഡായി. ഇത്രയും വലിയ പോസ്റ്റുകൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരു നടപടിയില്ല. ഞങ്ങളുടെ സാധാരണക്കാരായ ബസ്സുകാർ മാത്രമാണ്. അത് ഏത് ഭരണമായാലും അദ്ദേഹത്തിന് അതിന് പിടിപാടുണ്ടെന്നതിന്റെ ഏറ്റവും വലിയ അതാണ്. അതിന്റെ പോലെ പൈസ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഇതാണ്. ഇത്രയും പരാതി കൊടുത്ത് നിങ്ങളുടെ മുമ്പിൽ ഉണ്ട്. ആ പരാതികളൊക്കെ കൊടുത്തതിന് നടപടിയെടുക്കാൻ അതൊക്കെ ഉണ്ട്. ചോദിക്കേണ്ടത് ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ, അങ്ങയുടെ സഹപ്രവർത്തകനെ തന്നെ അപമര്യാദ പേരിട്ട് എന്ത് തീരുമാനം? ഒരു പത്രപ്രവർത്തകനെ വരെ തെരഞ്ഞെടുത്തിട്ട് എന്താണ് തീരുമാനം ഉണ്ടായിട്ടുള്ളത്? ഇല്ല, നമ്മളിപ്പോ അങ്ങനെ അല്ല. ഇതൊരു നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് നിന്ന് പോകേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതിന് വേണ്ടുന്ന രീതിയിൽ മുഖ്യധാരയിലുള്ള ഔദ്യോഗിക രീതിയിൽ എല്ലാ മേഖലയിലേക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിക്ക് മേൽ നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിലൂടെ ആവശ്യപ്പെടുകയാണ്. ഇത് നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതായത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുതൽ വലിയ ഇദ്ദേഹം, നിങ്ങൾക്കറിയാം, പല ഇതിൽ തന്നെ നമുക്കറിയാം, ഇദ്ദേഹം ഇത് ചെക്ക് ചെയ്ത് ഈ രാത്രി തന്നെ ആദ്യം കൊടുത്തത് പത്രങ്ങളിലുള്ള ചില മാധ്യമ സുഹൃത്തുക്കൾക്ക് ഇത് പങ്കുവയ്ക്കാനാണ് ആദ്യം കൊടുക്കുന്നത്. അതിൽ അദ്ദേഹത്തെ സംരക്ഷിക്കപ്പെടുന്ന മേഖലകൾ ഏതൊക്കെയാണെന്നുള്ള അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ അറിയാം. ഈ നേരത്തെ പറഞ്ഞ ഇദ്ദേഹം എപ്പോഴും ഒറ്റയ്ക്ക് മാത്രമേ ഈ ചെക്കിങ്ങിന് പോകുള്ളൂ. ആ പോയി കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞാൽ ഇതെല്ലാം സെറ്റിൽമെൻറ്റാണ്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ചലാനായാൽ സെറ്റിൽമെൻറ്റ് ചെയ്യും, എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്യും. ഇദ്ദേഹം ഓടി നടന്ന് ഇപ്പം ഞങ്ങളൊക്കെ അദ്ദേഹത്തിന് പല കേസ് നടത്തിയ രണ്ടാളുകളാണ്. ഞങ്ങൾ വ്യക്തിപരമായിട്ടും അതേ സംഘടനാപരമായിട്ടും ഞങ്ങളെയൊക്കെ ഒരുപാട് 2015 മുതൽ കേസുകളും കാര്യങ്ങളും ഞങ്ങളുടെ പേരിൽ മാത്രം ഞങ്ങളെയൊക്കെ ഒരുപാട് ഉപദ്രവിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അതെന്താ പ്രതികരിക്കുന്നു എന്നുള്ളൊരൊറ്റ വിഷയം കൊണ്ടാണ്. നമുക്കറിയാം, തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിലെ പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാർ 30,000 രൂപ വരെ പിഴ ഇടക്കുന്ന അവസ്ഥ അവർക്കുണ്ടായിരുന്നു. അവരാരും പറയാത്തത് ഇത് പേടിച്ചിട്ടാണ്. കാരണം ഒരു ഉദ്യോഗസ്ഥൻ അവരെ സംബന്ധിച്ച് അവരുടെ ജീവനോപാധിയാണ്. അതിൽ തുറന്നു കാണിക്കുമ്പോൾ നാളെ പിന്നെ എന്താ വരിക എന്നുള്ള ഒരു പ്രശ്നം അവർക്ക് നേരിടേണ്ടി വരുന്നുള്ള ഭയത്തിൽ സാമൂഹികമായ പല ആളുകളും മാറി നിൽക്കുക. ഒരൊറ്റ സംഗതി പോലും അദ്ദേഹം കേസ് എടുത്തത് അത് കൃത്യമായിട്ടല്ല, അത് അവസാനം സെറ്റിൽ ചെയ്യും. ഇതിനപ്പുറം ഏറ്റവും രസകരമായ കാര്യം, അദ്ദേഹം ചെക്ക് ചെയ്യുന്നത് എപ്പോഴും ഈ ശക്തൻ ചുറ്റുപാടില്ല ചില വിഭാഗം ആളുകളുമായിട്ട് അദ്ദേഹത്തിന് ഒരു കൂട്ടുകെട്ടുണ്ട്. ആ കൂട്ടുകെട്ടിനെ വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മറ്റു കാര്യങ്ങളും പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ ആൾക്കാർ ഈ പിന്നെ അദ്ദേഹം മീഡിയയിൽ പറയും ഞാൻ ഇതൊക്കെ പത്രത്തിൽ കൊടുക്കും. നമുക്കറിയാം, ആദ്യം ഈ പറഞ്ഞ പുണ്യാളൻ പറഞ്ഞ ആ ബസ്സിൻ്റെ അത് പത്രത്തിൽ വന്നു, തെറ്റായതാണ് കൊടുത്തത്. പക്ഷെ ഒരു ഘട്ടത്തിൽ അവരത് മുമ്പിലേക്ക് വരാത്തത്, ഇത് ഒരു ഞങ്ങളുടെ അവസ്ഥ അറിയാം. ഇന്നിപ്പോൾ എങ്ങനെയാണ് ഇത് സർവീസുകൾ മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അതിനിടയിൽ വീണ്ടും ഇദ്ദേഹം 7,000 8,000 ഒക്കെ എഴുതുന്നതിന് പകരം ശബ്ദിക്കാതെ മിണ്ടാണ്ടിരുന്നുകൊണ്ട് അവരവർക്ക് കിട്ടുന്ന പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് മിണ്ടാണ്ട് മുന്നോട്ട് പോകുകയാണ്. പക്ഷെ ഇത് അതിര് കടന്നു. അതായത് നമ്മൾ പറയല്ലോ, കളിച്ച് ഇപ്പോൾ അതേ പോലീസിൻ്റെ മുമ്പിലും വന്നിട്ടും അദ്ദേഹം നിർലോഭം. ഇന്നിപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. ഇന്നലെ വാദം കഴിഞ്ഞു, നാളെ വിധി പറയും ജില്ലാ കോടതിയിൽ ഇദ്ദേഹത്തെ അപ്പം ഔദ്യോഗിക തലത്തിൽ മോട്ടോർ വാഹന വകുപ്പോ രാഷ്ട്രീയപരമായിട്ടാണോ എന്നറിയില്ല, ഈ നേരം വരെയും
ആ സസ്പെൻഡ് ചെയ്തില്ല. FIR ഇട്ട കേസാണ്, അതില്ലാതെ വെറുതെ പിടിച്ച് ഒരു താക്കീത് കൊടുക്കുകയും പറ്റില്ല. കൃത്യമായ FIR ഇട്ട കാര്യത്തിനാണ് ഇന്നും അത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതും. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഔദ്യോഗിക തലത്തിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഒരു നിയമ നടപടിയും ഇതേവരെ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ പറയുന്നത് ബസ് അല്ലെങ്കിൽ അങ്ങനെയല്ല, പൊതുവായ മോട്ടോർ രംഗത്തുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ശബ്ദിക്കുന്നത്. അതായത് അദ്ദേഹം ഉപദ്രവിച്ച വലിയ വിഭാഗങ്ങൾ, പാവപ്പെട്ട ആളുകൾ, ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഈ പത്രസമ്മേളനം. അദ്ദേഹത്തെ കൃത്യമായി സസ്പെൻഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ അന്വേഷണം നടത്തി ഈ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒഴിവാക്കി പോകണം എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നാളെ വിധി പറയും. ഒരു ജോയിന്റ് ആക്ടിവിറ്റി മെമ്മോ ഉണ്ട് 3/5/2016. അതിൽ പറഞ്ഞിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 10,000 കൂടിയായ ശ്രീ ജയപ്രകാശിനോട് അവരായി പെരുമാറുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹരിഹരൻ എന്ന വ്യക്തി വാഹനം രജിസ്റ്റർ ചെയ്യാൻ ഞാൻ അദ്ദേഹത്തിനും പെരുമാറി. എന്നിട്ട് ഈ ജോയിന്റ് ആക്ട് പൊതുജനങ്ങളോട് അവരായി പെരുമാറുകയായി തുടർന്ന് ശ്രദ്ധയിൽപ്പെട്ട വിഷയം ഗൗരവമായി മേലാധികാരികൾ ഏർപ്പെടുമെന്ന് അറിയിക്കുന്നു. PV ബിജുവിനോടൊപ്പം നമ്മൾ 3/5/2016 10 കൊല്ലം മുമ്പ് ഇദ്ദേഹം സർവീസ് കയറിയ അന്ന് മുതൽ ഇതിന് ഇദ്ദേഹത്തിന്റെ പണി. ഈ മോട്ടോർ വാഹന വകുപ്പില് ആരും ചോദിക്കാനും പറയാനില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയില് ഈ വകുപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കുറച്ചൊക്കെ ഒരു മീഡിയയെ കൂടെയുള്ള തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കുറേ വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. അതും കൂടി നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പറയാനായിട്ടാണ് ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുന്നത്. വേറെ ഈ തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാരുണ്ട്, ചെക്കിങ് നടത്തുന്നുണ്ട്, അതിന് വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. അവരാരും ഇത്തരത്തിലൊരു നടപടി അല്ലെങ്കിൽ അതൊരു പത്രദ്വാരയോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ ഇദ്ദേഹം ഒരു മീഡിയ മാൻ രൂപത്തിൽ ഇതിനെ വലിയൊരു കച്ചവട താല്പര്യം, അദ്ദേഹം ഒറ്റയ്ക്കാണ് എല്ലാ ഫോട്ടോ എടുത്തിട്ട് അദ്ദേഹം നേരിട്ടാണ് പിന്നെ ബാക്കി സെറ്റിൽമെൻറ്റ് ഉള്ളത്. അത് എവിടെയാണോ അദ്ദേഹം പറയും അവിടെ ചെല്ലും. കാരണം ജീവിക്കണം ആൾക്കാർക്ക്, ഇതാണ് പ്രശ്നം. അതായത് ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം, ഫോട്ടോ എടുത്താൽ അപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ചെലാൻ വരുന്നത് എങ്ങനെയാണെന്നുള്ളത്. അത് അശാസ്ത്രീയമാണ് ശരിക്ക്, അതങ്ങനെയല്ല ചെയ്യേണ്ടത്. പക്ഷേ ഹൈക്കോടതി ഉത്തരവ് പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അവരുടെ കയ്യിലുള്ള ഇതെടുക്കുന്നതിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, മിഷനറി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതൊന്നും ഇപ്പോൾ നടപ്പാക്കുന്നില്ല. ഇതാണ് അവിടുത്തെ സാഹചര്യം. ഇദ്ദേഹത്തെ എങ്ങനെയായാലും വേണ്ടുന്ന മേൽ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് ഈ സമൂഹത്തോടുള്ള ഒരു വെല്ലുവിളിയായിട്ടായിരിക്കും കണക്കാക്കേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ആവശ്യം ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥൻ നമ്മുടെ സമൂഹത്തിലുണ്ടായാൽ അത് വലിയ പ്രശ്നങ്ങൾ ശിക്ഷിക്കും. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നുള്ളതാണ് ഞങ്ങളുടെ സംഘടനയുടെ ആവശ്യം. രണ്ടുള്ള പേര് ചെയ്യുന്നുണ്ട്. ഒന്ന് റെജി ഇല്ല, റെജിയുടെ പകരം വിശ്വനാഥൻ PG. റെജില്ല. പിന്നെ രാജീവ് ഉണ്ട്. രാജീവ് MC ജോയിന്റ് സെക്രട്ടറി KPTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാജീവ് MC. ബാക്കി പിന്നെ അതിലുള്ള പേരുള്ള ബാക്കിയുള്ള 5 ആളും ഉണ്ട്. അപ്പൊ നിങ്ങള് എല്ലാ രേഖകളും അടക്കണം ഞങ്ങൾ തന്നിരിക്കുന്നത്. അതായത് വെറുതെ ആയിട്ടുള്ളതല്ല. സമൂഹത്തിനോടൊരു പ്രതിബദ്ധത കണക്കാക്കി ഈ ന്യൂസ് നല്ല രീതിയിൽ സഹായിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. അപ്പോൾ പരാതി കൊടുത്തപ്പോൾ മണ്ണുത്തി പോലീസ് അത് വേണ്ട വിധത്തിൽ നടപടി എടുത്തില്ല എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ആള് പോലീസിന്റെ മെക്കെട്ട് കയറി ഈ പരിപാടി ചെയ്തത്. അതാണ്, അല്ലാണ്ട് ആരും പോയിട്ട് പോലീസ് വണ്ടിയിലും പോയിട്ട് പിടിക്കാനും ഇതിന് നിൽക്കില്ലല്ലോ. പോലീസ് അവിടെ കേസെടുക്കാത്തത് വേറെ ആളുടെ വൈഫ് അവിടെ എന്തോ ഒരു വിഷയമായിട്ട് ഇന്നൊരു പേരിൽ പരാതി കൊടുക്കാൻ പോയ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് കേസെടുക്കാണ്ടിരുന്ന ഒരു കോംപ്രമൈസ് നിലയ്ക്ക് അത് ഒഴിവാക്കി വിട്ടത്. ആ ദേഷ്യമാണ് ആള് പോലീസ് വണ്ടിയുടെ എതിരെ കാണിച്ചത്. അതായത് അദ്ദേഹത്തിന്റെ പേരിൽ വീട്ടിൽ നിന്ന് തന്നെ കുടുംബപരമായ ഒരു പരാതി വന്നു. ആ പരാതി രമ്യതയിൽ അവസാനിപ്പിച്ചു. ആ പ്രശ്നം
പിന്നെ അതിനുശേഷം ഈ വീട് പണിത വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വന്നു. അതിനെ പോലീസ് കാര്യമായി, ഇദ്ദേഹത്തിന്റെ സ്വഭാവം പോലീസിന് അറിയാവുന്നതുകൊണ്ട് പോലീസ് അത് വലിയ കാര്യമായി എടുത്തില്ല. ഇയാൾക്കൊരു വലിയ കുഴപ്പത ഈ സൂചിപ്പിക്കുന്നത്, ഇയാളൊരു ഭാഗം ഇങ്ങനെ അത് ഉള്ളിൽ വെച്ചിട്ട് പകരം കിട്ടുക എന്നുള്ള ഒരു സമ്പ്രദായം ഇതിലെന്നല്ല എല്ലാ കാലവും അദ്ദേഹം കൈകൊണ്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ സംഭവം അദ്ദേഹത്തിനെ ചൊടിപ്പിക്കുന്നത്, വേറെ ഒന്നുമല്ല. മാത്രമല്ല പോലീസ് പോയത് ആരും വീട്ടിലേക്കല്ല പോയത്, അവിടെ ഒരു പ്രോബ്ലം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന സമയത്താണ് ഇത് ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ട് ഇത് ചെയ്തത്. അതും കൂടി നമ്മൾ ആലോചിക്കേണ്ട കാര്യം. അതിന്റെ കൂടെ നടപ്പാക്കാൻ പോകുമ്പോഴാണ് ഉണ്ടായത്. ഇദ്ദേഹം എനിക്കെതിരെ നിരവധി പരാതികൾ കാര്യങ്ങൾ വെറുതെ കള്ള പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളതിന് പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ ആരെ കണ്ടാലും ഇപ്പൊ ഈ MBI BV വെച്ച് പറയുന്നത് പടമാറിന്റെ കൈയും കാലും ഞാൻ വിട്ടു, ആരെ കണ്ടാലും പറയുന്ന വർത്താനാണ്. ഒരു 5-6 കൊല്ലം ഈ പറച്ചിൽ തുടങ്ങിയിട്ട്. അപ്പൊ ഇത്തരത്തില് ഭീഷണി മുഴക്കുന്നൊരു സ്വഭാവം കൂടി ഇദ്ദേഹത്തിനുണ്ട്. നമ്മളതൊന്നും വയ്ക്കലില്ല. നമ്മളിത് സത്യമായ കാര്യം വിളിച്ചു പറഞ്ഞു, അത് മറ്റുള്ള ബന്ധപ്പെട്ടവർ അതുമ്പോൾ നടപടി എടുക്കണം എന്നുള്ളത് അല്ലാണ്ട് നമുക്ക് വേറെ ഒരാളോട് ശത്രുതയോ മറ്റു വ്യക്തിപരമായോ ഒന്നും നമുക്കില്ല. ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഇദ്ദേഹം ഈ പറഞ്ഞ മാതിരി വൈരാഗ്യം വെച്ചിട്ടാണ് ഓരോരുത്തരോടും പെരുമാറുന്നത്. അല്ല, അത് ഇന്നലെ ഓൾറെഡി മന്ത്രിയുടെ അടുത്ത് ചർച്ച നടത്തിയിരുന്നു. പിന്നെ അത് രണ്ട് വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ശ്രീ ഗണേഷ് കുമാറാണ് മന്ത്രി, അദ്ദേഹത്തിന്റെ പെരുമാറ്റം അതേ മതിയായിരുന്നു. പക്ഷെ ഇന്നത്തെ മന്ത്രി അത്ര വലിയ വിഷയങ്ങളില്ല. അദ്ദേഹം നമ്മളെ വിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളോട് പെരുമാറുന്നുണ്ട്. വിഷയം കിടക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഇപ്പൊ പകുതി ടാക്സ് ആക്കിയ വിഷയം അത് ഞങ്ങൾക്ക് വലിയ മെച്ചം ഉണ്ടായിട്ടൊന്നുമല്ല. 130 രൂപയാണ് ഡെയിലി ഞങ്ങൾക്ക് അതിന്റെ കുറവ് വരുന്നത്. പക്ഷെ അദ്ദേഹം അത് പഠിച്ച് ഒരു 6 ആഴ്ചത്തെ ഒരു സബ് കമ്മിറ്റി ഇന്നലെ നിയമിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് സമരമായി മുന്നോട്ട് പോകും തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് നിന്ന് പോവും താൽക്കാലികമായതായിട്ടൊക്കെ. അവസാനിപ്പിക്കണം.